ഹലോ, അടുത്തൊരു സെയിൽ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഹവായി യെല്ലോ റോസിൻ്റെ പ്ലാന്റ് ആണ്. ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. അതായത് നമുക്ക് മദർ പ്ലാന്റ്സും ട്രീ റോസ് ഒക്കെ ഉണ്ട്. അത് പ്രീ ഓർഡർ ബുക്കിംഗ് ആണ്. അതല്ലാതെ 180ൻ്റെ പ്ലാന്റ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ 180ൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ മദർ പ്ലാന്റ്സ് സ്റ്റാർട്ടിങ് സൈസ് ആണ് ഈ കാണിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. ഇതൊക്കെ വലിപ്പമുള്ള പൂക്കൾ തരുന്ന ക്ലൈംബ് ചെയ്ത് പോകുന്ന റോസുകളാണ് കേട്ടോ. അതായത് മിനിയേച്ചർ ടൈപ്പ് അല്ല ഹവായി യെല്ലോ റോസ് എന്നൊക്കെ പറയുന്നത്. ക്ലൈംബ് ചെയ്ത് വലുതായി പോകുന്ന റോസുകളൊക്കെയാണ്. പിന്നെ അതുപോലെ ഒത്തിരി ആളുകൾക്ക് യെല്ലോ കളറിലെ റോസാപ്പൂക്കളോട് നല്ല പ്രിയമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല വലിപ്പമുള്ള പൂക്കളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ റോസ് പരീക്ഷിക്കാം. ഇനി ഇതിൽ ഫ്ലവറുകളൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാവുമോ എന്നാണ്. ഇതുപോലെയുള്ള ഒത്തിരി വെറൈറ്റികൾ അതിന് മുന്നേ ഒരു കാര്യം പറയാം. മിക്കവരും ഓൺ റൂട്ട് നാടൻ റോസുകളാണ് ചോദിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിലുള്ള സാധാ നാടൻ റോസുകളെയാണ് അവരതങ്ങനെ ചോദിക്കാൻ കാര്യം. പിടിച്ചു കിട്ടുമോ, ബാക്കി റോസൊക്കെ പിടിച്ചു കിട്ടുമോ എന്നുള്ള സംശയത്തിലാണ്. പക്ഷേ നമ്മുടെ നാടൻ റോസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന കുറച്ച് റോസുകളെ ഉള്ളൂ. അതല്ലാതെ പിന്നെ വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ 7 days റോസൊക്കെയാണ്. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് കിട്ടുന്നത് ഇതുപോലെയുള്ള റോസുകളൊക്കെ നാടൻ ബഡ്ഡിങ്. കുറേ റോസുകളൊക്കെ വിദേശി റോസുകളാണ്. അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ ക്ലൈമറ്റായിട്ട് ഇടങ്ങുന്ന രീതിയിൽ നാടൻ ബഡ്ഡിങ്ങിലാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നാടൻ ബഡ്ഡിങ്ങാണ് സെയിലുള്ളത് കേട്ടോ. അപ്പോൾ പിടിച്ചു കിട്ടുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. നമ്മുടെ കയ്യിൽ നിന്ന് ഈ റോസുകളൊക്കെ ഒത്തിരി ആളുകൾ വാങ്ങി പിടിപ്പിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതുപോലെ തന്നെ എന്താ പറയുക, ഒരു പുറം രാജ്യത്തുള്ളൊരു റോസാണ് ഇൻഗ്രിഡ് ബെർഗ്മൻ എന്ന് പറഞ്ഞ റോസും. അതും ആ ഫ്ലവറിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ ആ ഒരു റോസ് പിടിക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻഗ്രിഡ് ബെർഗ്മൻ ഒരു വർഷമായിട്ട് എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നിട്ട് കാണിക്കുന്നില്ലല്ലോ, ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കാരണം വീഡിയോ എടുത്തിട്ടുണ്ട്, സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻഗ്രിഡ് ബെർഗ്മനൊക്കെ വെറും ചാണകപ്പൊടിയിലൂടെ എൻ്റെ വീട്ടിൽ നിൽക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. 1 year ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുത്തതാണ്. പക്ഷേ എൻ്റെ അനിയത്തിയാണ് കേട്ടോ അത് വളർത്തുന്നത്. അപ്പോൾ ആ ഒരു റോസ് വീഡിയോ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതൊക്കെ ഹവായി, ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഹവായി യെല്ലോ റോസിൻ്റെ മദർ പ്ലാന്റൊക്കെയാണ്. 180 രൂപയുടെ പ്ലാന്റ് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നമ്മൾ 180 രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റിൽ ഉണ്ടായിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ. നല്ല വലിപ്പമുണ്ട്. എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തും ഉള്ള സ്ഥലത്തേക്കായിട്ടാണ് ഞാൻ റോസ് വരുമ്പോൾ ഇറക്കി വയ്ക്കുന്നത്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്, നമ്മൾ തന്നെ വളർത്തിയെടുക്കുന്ന ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് സ്ഥലം കുറച്ച് കുറവാണ്. അപ്പോൾ ഇങ്ങനെ സൈഡിലൊക്കെ ആയിട്ടാണ് വെച്ചേക്കുന്നത്. ചില സമയത്തൊക്കെ നമുക്കിങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങി വരുമ്പോൾ ഇവരിങ്ങനെ നമ്മളെ കണ്ണൊഴിച്ച് നോക്കുന്ന പോലെ തോന്നും. ഇതിപ്പോൾ സിറ്റൗണിൻ്റെ തൊട്ടരികത്താണ് ഇത്രയും വലിപ്പമുള്ള പൂക്കളൊക്കെ നിൽക്കുന്നത് കേട്ടോ. ഇതാണ് നിങ്ങൾക്ക് തരാനായിട്ട് വെച്ചിട്ടുള്ള റോസുകൾ എന്ന് പറയുന്നത്. 180ൻ്റെ റോസ് എന്ന് പറയുന്നത് അത്യാവശ്യം റേറ്റിൽ പോകുന്ന റോസാണ് ഹവായി യെല്ലോ റോസ്. കാരണം മദർ പ്ലാന്റും ട്രീ റോസൊക്കെയാണ് കൂടുതൽ കിട്ടുന്നത്. ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ്സ്, ഒരു വലിയ ചെടിയിൽ നിറച്ച് പൂക്കൾ, ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടുന്നവർക്ക് തുള്ളിച്ചാടാൻ തോന്നും. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സുകളൊക്കെയാണ് നമ്മൾ ഇത്രയും നാളെ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒത്തിരി ആളുകൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ഉണ്ടോ, കൊണ്ടുവരാൻ പാടില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് കിട്ടാറില്ല, അതുകൊണ്ടാണ് സെയിലിന് ഇടാതിരുന്നത്. ഇപ്പോൾ ഈ അടുത്ത് തൊട്ട് നമുക്ക് മദർ പ്ലാന്റ്സ് വരുന്നതൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു ചെറിയ പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. കാരണം അത്രയും വലിയ പ്ലാന്റ് ഒന്നും വാങ്ങാൻ കഴിയാത്തവർക്ക് ഈ ഒരു അവസരം വിനിയോഗിക്കാം. 180 രൂപയാണ് കേട്ടോ ഈ ഹവായി യെല്ലോ റോസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ DAP ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു റോസാണിത്. അപ്പോൾ ആർക്കും പിടിച്ചു കിട്ടുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. നല്ല അടിപൊളി റോസാണ്. അപ്പോൾ ഇതിൻ്റെ ട്രീ റോസൊക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നോക്കിയാൽ മതി. കാരണം കുറച്ച് താഴെ ആയിരിക്കും. ഞാൻ കുറേ നാളായി ആ വീഡിയോസൊക്കെ ചെയ്തിട്ട്, ഒത്തിരി വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ റോസുകളൊക്കെ കാണണം, പരിചയപ്പെടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള റോസ്. വേറെയും ഒത്തിരി റോസുകൾ നമ്മുടെ ചാനലിൽ സെയിലിനായിട്ടുള്ളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത്ര നാൾ ഒറ്റൊരു സെയിൽ പോസ്റ്റായിട്ടായിരുന്നു വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, നമ്മൾ സെപ്പറേറ്റ് ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ വേറെ ഏതെങ്കിലും റോസ് വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി നോക്കുക. ലിമിറ്റഡ് സ്റ്റോക്കാണ് എല്ലാം. വളരെ കുറച്ച് സ്റ്റോക്കേ ഈ പ്രാവശ്യം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യം അയക്കുന്നവർക്കായിരിക്കും വാട്സപ്പ് വഴിയാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക, സ്ക്രീൻഷോട്ട് അടക്കം മെസ്സേജ് അയക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരികയല്ല, ചാനലിൽ കിടപ്പുണ്ട്, കയറി നോക്കുക കേട്ടോ.